ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. അപ്പൊ നന്ദു ഇങ്ങനെ റോഡില് ചെക്കിങ്ങിനൊക്കെ വേണ്ടി ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും നവ്യയും അഭിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പൊ നവ്യയും അഭിയും കൂടി അങ്ങോട്ടേക്ക് മനഃപൂർവ്വം ചെന്ന അല്ല, ഇവരെ എങ്ങോട്ടേക്കോ പോയപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിനെ കണ്ടു. അങ്ങനെ നന്ദു ഇവരെ കണ്ടതും പെട്ടെന്ന് അടുത്തേക്ക് ചെന്നു. അങ്ങനെ അഭി കാറ് നിർത്തി നവ്യ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നവ്യ പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ നീ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നന്ദു ചോദിച്ചു, എന്ത് സംഭവം അറിഞ്ഞോ എന്നാ. അതെ, അവിടെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. നീയും അനിയും അന്ന് രാത്രി അനിയെ കാണാതെ പോയപ്പോഴത്തേക്കും ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു വീഡിയോയിലാക്കി ആരോ ഇത് കൈമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അനന്തപുരി തറവാട്ടിൽ എല്ലാവരുടെയും ചെവിയിലും കണ്ണിലും ഒക്കെ അത് എത്തി. പക്ഷേ മൂർത്തി മുത്തശ്ശന്റെയും വസന്തര മുത്തശ്ശിയുടെയും കണ്ണിൽ എത്തിയിട്ടില്ലായിരുന്നു. അത് ഇപ്പൊ അവര് കണ്ടിരിക്കുകയാണ്. അത് അനിയുടെ അമ്മ കാണിച്ചു കൊടുത്തത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അത് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ മോളെ നീ ഒന്ന് സൂക്ഷിക്കണം. മാത്രമല്ല, നിന്റെ പേരിലാണ് ഇപ്പൊ എല്ലാവരും കുറ്റം ചാരിക്കൊണ്ടിരിക്കുന്നത്. നീയാണ് തെറ്റുകാരി എന്ന് മാത്രമാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നന്ദു അവനുമായിട്ട് ഉള്ള കാണുന്ന സാഹചര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അഭിയും ഇങ്ങനെ വലിയ കാര്യത്തിന് ഉപദേശിക്കുകയാണ് കേട്ടോ. പിന്നെ പറയാൻ പറ്റില്ലല്ലോ, കുറ്റം പറയാൻ പറ്റില്ല, ആർക്കും ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തര് കാണിക്കുന്നതൊക്കെ കണ്ടല്ലേ ഓരോരുത്തർ പഠിക്കുന്നത്. അവിടെ എല്ലാവർക്കും മാതൃകയായേണ്ട ആദർശവീരനായ ആദർശ് കാണിച്ചു വെച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ടല്ലേ എല്ലാവരും ഒക്കെ പഠിക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിന് ദേഷ്യം വന്നു. നന്ദു പറഞ്ഞു, അല്ല അഭിയേട്ടൻ എന്തിനാ എപ്പോഴും ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നത്? അപ്പൊ നവ്യ ചോദിച്ചു നന്ദുവിനോട്, ഓ അതെന്താ നീ ഇപ്പൊ അങ്ങനെ പറയുന്നത്? നീയും അച്ഛന്റെ അമ്മയുടെ സൈഡൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. എല്ലാവരും കുറ്റം ചെയ്ത ആളെ പുകഴ്ത്തി പറയാനും പൊക്കി പിടിക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. എന്തിനാ നന്ദു നീ വെറുതെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ഞാനിപ്പം ആദർശേട്ടന്റെ കാര്യമൊന്നും അല്ല പറഞ്ഞത്, നിന്റെ കാര്യമാണ് പറഞ്ഞത്. നീയാണ് എല്ലാവർക്കും മുമ്പിൽ ഇപ്പം കൊള്ളരുതാത്തവള്. അത് നീ മനസ്സിലാക്കണം. അതെനിക്കറിയാം ചേച്ചി, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കൊള്ളരുതാത്തവളായിക്കോട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? എനിക്ക് ആരെയും ബോധിപ്പിച്ച് തികപ്പിച്ച് ജീവിക്കേണ്ട ഒരാവശ്യമില്ല. ആരും എന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. അയ്യോ മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക. അനാമിക, അനി, അവർക്ക് ഇനി പോകാനൊന്നുമില്ല, ജീവിതത്തിൽ ഒന്നും നേടാനും ഒന്നുമില്ല, പോകാനും ഒന്നുമില്ല. പക്ഷെ നിനക്ക് അങ്ങനെയല്ല, ഒരുപാട് ജീവിതത്തിൽ നേടാനൊക്കെ ഉണ്ട്. നിനക്ക് ഒരു ഭാവി ജീവിതം ഉള്ളതാണ്, അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരമാവധി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നടക്കണമെന്ന്. പിന്നെ ബാക്കി നിന്റെ ഇഷ്ടം, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഏതായാലും അനാമികയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ലല്ലോ. സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിന്റെ പുറകെ നടന്ന് ആരാ സഹിക്കുക? ആരും സഹിക്കത്തില്ല. അതിപ്പോ ഞാൻ തന്നെയാണെങ്കിലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കാണ് നന്ദു പറഞ്ഞത്, അങ്ങനെ അവൻ ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ 100% അവളുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ്. കാരണം അവൾ അനിയെ സ്നേഹിക്കുകയോ അനിക്ക് ബഹുമാനം കൊടുക്കുകയോ ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് കാണുകയോ ചെയ്യുന്നില്ല. അപ്പം എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഭർത്താക്കന്മാർക്ക് ദേഷ്യവും അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് ഭാര്യയോടുള്ള സ്നേഹമൊക്കെ കുറയും. അപ്പൊ അതുകൊണ്ടായിരിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അഭി വീണ്ടും പറയാ, ഹേ അങ്ങനെയൊന്നുമല്ല. എന്തൊക്കെ പറഞ്ഞാലും അനാമിക ഒരു കൊച്ചുകുട്ടിയാണല്ലോ. കൊച്ചുകുട്ടി എന്ന് പറഞ്ഞത് ഒത്തിരി പ്രായവും പക്വതയൊന്നുമില്ല. അവള് കാണിക്കുന്ന തെറ്റുകളൊക്കെ തിരുത്തി കൊടുത്ത് അവളെ ശരിയാക്കേണ്ടത് ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്തമല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നന്ദുവിന് കാലിന്ന് ഇങ്ങനെ ഇരച്ച് കയറുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എല്ലാം തികഞ്ഞവനാണല്ലോ നീ ഒന്ന് പറയുന്നതെന്ന് വിചാരിക്കുമ്പോഴാണ്. അപ്പോഴേക്കും നമ്മുടെ നവ്യ പറഞ്ഞു, ബാബി നമുക്ക് പോകാം. ഇവളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, മാക്സിമം നീ ഒഴിവായി നടക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മൂർത്തി മുത്തശ്ശനും അനന്തപുരിയിലെ വസന്തര മുത്തശ്ശിയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നിന്നോടുള്ള ദേഷ്യം എല്ലാവർക്കും കൂടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊന്ന് മുൻകൂട്ടി പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് കയറി പോവുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ നന്ദു അവിടെ നിന്ന് പലതും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. ഏതായാലും മോശം തന്നെയാണല്ലോ. ആ ഒരു വീഡിയോ കണ്ടാൽ അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷീണമുള്ള കാര്യമാണ്. മുത്തശ്ശിയുടെ മുഖത്ത് എങ്ങനെ പിന്നെ നമ്മുടെ നന്ദു നോക്കും? ഒരിക്കലും ആ ഒരു വീഡിയോയിൽ യാഥാർത്ഥ്യമില്ല. അപ്പോൾ ഒരു സമാധാനത്തിന് അനിയെ സമാധാനിപ്പിച്ചതാണെന്ന് പറഞ്ഞാലിട്ട് ആരും വിശ്വസിക്കാനും പോകുന്നില്ല. അപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അജയനും ജാനകിയും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ജാനകി അജയനോട് പറയാണ്, നിങ്ങൾക്കല്ലെങ്കിലും അവളെയാണല്ലോ ഇഷ്ടം. അനന്തപുരി തറവാട്ടിൽ കയറി വന്ന മരുമകള് അവള്
മാത്രമാണെന്നല്ലേ നിങ്ങളുടെയൊക്കെ വിചാരം. വേറെ ആരെയും നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. സ്വന്തം മരുമകളെ പോലും നിങ്ങൾ സ്നേഹിക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാ നയനയെ നിങ്ങൾ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത്? അവളെ വെറും കള്ളിയാ, പേരും കള്ളി. ആദർശിനൊരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവൾ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഈ വീട്ടിലെ പണവും സ്വത്തും കണ്ടിട്ട് തന്നെയാ. ഇത് കേട്ടതോ അജയൻ പറഞ്ഞു, നിർത്തുന്നുണ്ടോ നീ എന്തിനാ ജാനകി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തുന്നത്? പണ്ട് നീ അവളെ പൊക്കി പിടിച്ചോണ്ട് നടന്നായിരുന്നല്ലോ. അവളായിരുന്നല്ലോ നിനക്ക് എല്ലാം 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 എല്ലാം. എന്നിട്ട് നീ ഇപ്പം അവളെ വെറുക്കുന്നത് നിന്റെ മകന്റെ ഒറ്റ കാരണത്താലാ. അതെനിക്കറിയാം. നിന്റെ മകനും മരുമകളും അവര് ഒന്നിക്കാതിരിക്കുവോ? അതെന്താ അങ്ങനെ പറഞ്ഞത് അജയേട്ടൻ? ഞാൻ അങ്ങനെ പറഞ്ഞതിന് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. പിന്നെ നീ നിന്റെ മരുമകളെ കൂടുതൽ പൊക്കി പറഞ്ഞ് നിന്റെ മരുമകളെ വെള്ള പൂശാനൊന്നും നോക്കണ്ട. അവളുണ്ടല്ലോ, അവളാരാന്ന് നിനക്കറിയില്ല. അവളുടെ വിഷവിത്ത അവൾ ഈ കുടുംബത്തിൽ സമാധാനക്കേട് ഉണ്ടാക്കുന്നത്. മാത്രമല്ല, അന്ന് ഏട്ടത്തി ഹോസ്പിറ്റലിൽ കിടന്നത് നയന കാരണമാണെന്നല്ലേ നീ ഓർക്കുന്നത്? പക്ഷെ അല്ല, അന്ന് ഹോസ്പിറ്റലിൽ കിടക്കാൻ കാരണം അത് അനാമികയാണ്. അവൾ ഒറ്റ ഒരുത്തിയാണ്. അയ്യോ, പിന്നെ അടുത്ത കഥ മെനഞ്ഞു കെട്ടായിരിക്കും. ഇതും ഡിസൈൻ ചെയ്യുന്നവളായിരിക്കും മെനഞ്ഞു കെട്ടി തന്നത്. അവൾക്ക് മെനഞ്ഞു കെട്ടാൻ മിടുക്കിയാണെന്ന് എനിക്കറിയാം. നല്ലോലെ മെനഞ്ഞു കെട്ടും അവള്. മെനഞ്ഞു കെട്ടിക്കോ. എവിടം വരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണം ഈ വണ്ടി. ഒത്തിരി നാളൊന്നും ഓടത്തില്ല. അതിനു മുമ്പ് ഇതിന്റെ എൻജിൻ തീർന്നു പോകും. അങ്ങനെയാ സംഭവിക്കാൻ പോകുന്നത്. പേരും കള്ളി. എല്ലാവരെയും സോപ്പിട്ട് മയക്കി കയ്യിലെടുക്കും. ഇപ്പൊ അടുത്ത കള്ളക്കഥയുമായിട്ട് ഇറങ്ങിയിരിക്കുക. എന്റെ അനാമിക മോളാണ് പോലും. പാലില് വിഷം കലർത്തിയത് അവള് തന്നെയാ, ആ നയന. എന്നിട്ട് വെറുതെ എന്റെ അനാമിക മോളെ കുറ്റപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്നിട്ട് ജാനകി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പൊ അജയൻ ഇവളോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പട്ടിയുടെ പാല് 12 കൊല്ലം കുടലിലിട്ടാലും നേരെ ആവാത്തതുപോലെ ഇവളുടെ അവസ്ഥ. ഇവളിപ്പോ ഏതോ മായാലോകത്താ. ജലജയുടെ കൂടെ കൂട്ടുകൂടി പിഴച്ചു കുത്തി നടക്കുക എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അജയനും അങ്ങ് പോയി. ഈ സമയത്താണെങ്കിൽ കണ്ണാടി നോക്കിയിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ജലജ. എന്നിട്ട് എല്ലാരെയും ഒരു പാഠം പഠിപ്പിക്കണം. ഈ കുടുംബം കുളം തോണ്ടി ഇതിന്റെ നടുവേര് പറിച്ച് കളയണം. അങ്ങനെ ഇത് ഉണങ്ങി പോണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് ഭയങ്കരമായിട്ടും പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാ ജാനകി വരുന്നത്. ജാനകി വന്നപ്പോഴത്തേക്കും ജലജ കണ്ടു. അപ്പൊ ജലജ പറഞ്ഞു, ജാനകി, ഞാൻ എല്ലാം കണ്ണാടി നോക്കി തീർക്കുമായിരുന്നു. വേറെ ആരോടും പറയാൻ പറ്റില്ലല്ലോ. എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ കണ്ണാടി നോക്കി എന്നോട് തന്നെ പറയും. വേറെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളപ്പ തെറ്റുകാരിയായി. അല്ലെങ്കിലും അങ്ങനെ തന്നെയാ ജലജ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവള് മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ നല്ലവളെന്ന എല്ലാവരുടെയും വിചാരം. അവളെ മാത്രം എല്ലാവരും വാഴ്ത്തി പാടുന്നത്. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. 10 പൈസ ഉണ്ടാക്കി അവള് തരുന്നുണ്ട്. അല്ല, ഇതിനു മുമ്പ് പൈസ ഇല്ലായിരുന്നോ അനന്തപുരി തറവാട്ടില്? ഇതിനു മുമ്പും അനന്തപുരി തറവാട്ടുകാര് അന്തസ്സോടു കൂടിയല്ലേ ജീവിച്ചത്? അവള് വന്നിട്ട് മാത്രമല്ലല്ലോ. പക്ഷെ ഇവിടെ ഉള്ളവരുടെ വിചാരം അവള് വന്നിട്ടാണ് ഈ അനന്തപുരി തറവാട്ടിൽ പണം ഉണ്ടായതെന്ന. എല്ലാവർക്കും അവളെയാ ഇപ്പൊ കാര്യം. എന്റെ അനാമിക മോള് പാവം, ആ കുട്ടി ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അത് എനിക്കറിയാൻ ജാനകി. അവൾ ഒരുപാട് അനുഭവിക്കുക. അവളായതുകൊണ്ട് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത്. വേറെ വല്ലവരും ആണെങ്കിൽ പിടിച്ചു നിൽക്കുവോ? വലിയ വീട്ടിലെ കുട്ടിയല്ലേ. പിന്നെ എന്തൊക്കെയോ സംഭവിച്ച കുറച്ച് പൈസയൊക്കെ തീർന്നു. അതിന് ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യാനാണ്? അതെ, ഞാനൊരു കാര്യം പറയാം. അവളെ അങ്ങനെ നമ്മൾ അധികം കാലം വളർത്തരുത്. പിന്നെ നമ്മുടെ ഒറ്റ ഉദ്ദേശം എന്നുള്ളത് അനന്തപുരി തറവാട്ടിലെ സ്വത്ത് ഭാഗം വെക്കുക. അല്ല, അതിന് യാതൊരു നിവൃത്തിയില്ല. എല്ലാം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയല്ലേ നയനയും ആദർശും മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ. അതുകൊണ്ട് അവനവനുള്ള സ്വത്ത് അവനവന് തന്നെ കൊടുക്കുക, ഭാഗം വെക്കുക. അതാ വേണ്ടത്. അല്ലാതെ നമുക്കിനി വേറെ ഒന്നും നേടാനില്ല. എല്ലാവരും അവരവന്റെ കാര്യം നോക്കി പിരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടേണ്ട ഒരു അനാവശ്യ കാര്യവുമില്ലല്ലോ. അങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഇവര് പറയാണ് കേട്ടോ. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വത്ത് ഭാഗം വെച്ച് മാറി താമസിക്കുക എന്നത് തന്നെയാണ്. ആ ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ജലജയ്ക്കും ജാനകിക്കും ഉള്ളൂ. ജാനകി എന്താ അനാമിക പറയുന്നത് കേട്ടിട്ട് അനാമികയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ ജാനകി അനാമികയുടെ തനിക്കോണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാന്ന പ്രശ്നമുള്ളൂ. പക്ഷെ അങ്ങനെ തനിക്കോണം ഇപ്പൊ അനാമിക ഇറക്കത്തില്ലല്ലോ. അനാമികയ്ക്ക് പതുക്കെ സ്വത്തൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ട് വേണം തനിക്കോണം ഇറക്കിയിട്ട് കാമുകന്റെ കൂടെ പോകാനായിട്ട്. ഇതിനിടയ്ക്ക് ജലജ പറയുന്നുണ്ട്, നമുക്ക് അവരെ പിരിക്കാൻ പറ്റുന്ന ഓരോ ഒരു കാര്യമുള്ളൂ, ഫോൺ മേടിച്ചു വെക്കുക. ഈ ഫോണിൽ കൂടെയാണല്ലോ രണ്ടും സംസാരിക്കുകയും സെല്ലും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഫോൺ മേടിച്ചു വെക്കുക അനിയുടെ. അപ്പൊ അനിയുടെ ഫോൺ മേടിച്ച് വെക്കാൻ വേണ്ടി തന്നെ നമ്മുടെ ജാനകി അനിയുടെ അടുത്തേക്ക് ചെല്ലണം. അപ്പൊ അനി ഇങ്ങനെ കസേരയിൽ ഇരിക്കുമ്പോഴത്തേക്ക് അനിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, നീ എന്തെടുക്കാടാ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ വെറുതെ ഇരിക്കുക അമ്മയെന്ന് പറയാം. അപ്പൊ പറഞ്ഞു, ആ ഫോണിന് തരാൻ പറയും. ഫോൺ എന്തിനാ തരുന്നത്? അതിങ്ങ് തരാനാ പറഞ്ഞെന്ന് പറഞ്ഞ് പിടിച്ചു മേടിച്ചപ്പോഴത്തേക്ക് എന്താ ഈ കാണിക്കുന്നത്? എന്റെ ഫോൺ എന്തിനാ അമ്മയ്ക്ക്? ഈ ഫോണെ ഇനി നീ യൂസ് ചെയ്യണ്ട. ഈ ഫോൺ ഇനി എന്റെ കയ്യിലിരുന്നോട്ടെ. ഇത് എന്റെ കയ്യിൽ ഇനി ഇരുന്നാൽ മതി. ഈ ഫോൺ കാരണം ഓരോ കുടുംബങ്ങളും നശിക്കുന്നത്. ഈ ഫോൺ കാരണം തന്നെയാ ഓരോ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മുടെ കുടുംബത്തിലെ വില്ലനും ഈ ഫോണ് തന്നെയാ. ഇതിൽ കൂടെയല്ലേ നീ വിളിക്കുന്നത്?
നിന്റെ മാറ്റവളെ, അവളെ ഇനി വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ എന്താ അമ്മ ഈ കാണിക്കുന്നത്? ഞാനൊരു ബിസിനസ്മാനാ, അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. എനിക്ക് ഫോണിന്റെ ആവശ്യമുണ്ട്, എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഓ പിന്നെ ബിസിനസ്മാന്, നീ ഒരു ബിസിനസ് ഒരു കോപ്പും ചെയ്യണ്ട, നീ വീട്ടിൽ ഇരുന്നാൽ മതി. നീ ആദ്യം നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് പോലെ നിന്റെ ബിസിനസ്. ഒരു ബിസിനസ്സുകാരൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ജാനകി ആ ഫോൺ എടുത്തിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് നിറയെ നന്ദുവിന്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ശരിയാണ്, നന്ദുവിന്റെ ഫോട്ടോ ഉള്ളു അതിനകത്ത്. കൊള്ളാലോടാ, നിന്റെ ഭാര്യയുടെ നിന്റെ ഒരു കല്യാണ ഫോട്ടോ പോലും ഇതിനകത്ത് നീ സൂക്ഷിച്ചിട്ടില്ല, ഇത് മൊത്തം നിന്റെ കാമുകിയുടെ ഫോട്ടോ മാത്രമാണല്ലോടാ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അനാമിക ഇഷ്ടമല്ല. നിനക്ക് അനാമിക ഇഷ്ടമല്ല, നിനക്ക് പക്ഷെ നന്ദുവിനും ഇഷ്ടമാണ്. നിർത്തൂടാ, ഞാനിത് നിർത്തിക്കും, നോക്കിക്കോ. ഇനി മേല നീയും നന്ദുവും തമ്മിൽ ഫോൺ വിളിക്കുകയോ കാണുകയോ ചെയ്യില്ല. ഇതിരുന്നാലല്ലേ എന്റെ മോനെ നീ അവളെ വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഫോണും മേടിച്ചോണ്ട് അങ്ങ് പോയി. മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ട് നമ്മുടെ അനി അവിടെ നിൽക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഏതായാലും ഈ ഫോണും മേടിച്ചുകൊണ്ട് ജലജയുടെ അടുത്ത് ചെന്നു, ഞാൻ ഫോണൊക്കെ മേടിച്ചെന്ന് പറയാൻ. അപ്പോഴത്തേക്കും അവിടെ ദേവയാനിയും നമ്മുടെ നയനിയും കൂടെ വരുന്നുണ്ട്. അപ്പം ദേവയാനിയോട് പറയാണ്, ഞാനിനി അവന് ഈ ഒരു ഫോൺ ഒരിക്കലും കൊടുക്കാൻ പോകുന്നില്ല, ഇത് അനിയുടെ ഫോണാണ്, ഇത് ഞാനിങ്ങ് മേടിച്ചെന്ന്. അപ്പം ദേവയാനി ചോദിച്ചാൽ അതെന്തിനാ ഫോണ് മേടിച്ചത്? ഇവളുണ്ടല്ലോ, ഇവളുടെ അനിയത്തി ഏതു നേരം വിളിച്ചോണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെയാ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടാകാതിരിക്കാന്. എന്ത് പൊട്ടത്തരമൊക്കെ ജാനകി നീ വിളിച്ചു പറയുന്നത്? അവനിപ്പം ബ്രാഞ്ചൊക്കെ അന്വേഷിക്കുന്ന ഒരു ബ്രാഞ്ചിന്റെ GM ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവന് പല കാര്യങ്ങളും അന്വേഷിക്കാനും തിരക്കാനും ഫോൺ വിളിക്കാനും ഒക്കെ ഉണ്ട്. അപ്പൊ നീ ഇതിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? അവനൊരു GM ആവണ്ട, ഒരു ബ്രാഞ്ച് ഓഫീസറും ആവണ്ട, അവനൊരു ഗോപ്പും ആവണ്ട, അവനെ അനാമികയുടെ ഭർത്താവായാൽ മതി, അതിന് പറ്റാത്തവൻ വേറെ ഒന്നും ആകണ്ട എന്നും പറഞ്ഞ് ഫോണും വെച്ചോണ്ട് ഇങ്ങനെ ഒറ്റ നിപ്പ് നിൽക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ കൊടുക്കത്തില്ല, ഇത് കൊടുക്കത്തില്ല, ഇത് കൊടുക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നത്. അപ്പൊ നന്ദു ഇങ്ങനെ കട്ടിലിരുന്ന് പല കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. ഒന്നാമത് നവ്യ വന്ന് പറഞ്ഞല്ലോ, നീ തന്നെ സൂക്ഷിച്ചോണം, നിന്നെ ഇപ്പൊ അനന്തപുരി തറവാട്ടുകാർ ശത്രുവായിട്ടാണ് കാണുന്നത്, മുത്തച്ഛനും മുത്തശ്ശിയും സത്യങ്ങളൊക്കെ അറിഞ്ഞുവെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരം വിളിച്ച് അന്വേഷിക്കണം, അനിയോട് പറയണം, ഇനിയിപ്പോ യാതൊരു കോണ്ടാക്ട്സും വേണ്ടാന്ന് പറയണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് അനിയെ വിളിക്കുന്നത്. അനിയെ വിളിക്കുക ഫോൺ എടുത്ത്. അപ്പൊ അനിയുടെ കയ്യിൽ ഇരിക്കുന്ന ഫോണ് ഇപ്പൊ ജാനകിയുടെ കയ്യിലാണെന്ന് നന്ദു അറിയുന്നില്ല. ഫോൺ വിളിച്ചു, പെട്ടെന്ന് ജാനകി നോക്കിയപ്പോഴത്തേക്കും വിളിക്കുന്നു നമ്മുടെ നന്ദു. കണ്ടോ, അവള് വീണ്ടും വിളിച്ചോണ്ടിരിക്കുക, നിന്റെ അനിയത്തി എന്റെ അടി നിന്നോട് പറയുന്നത് അവൻ അവളെയാണ് ശല്യം ചെയ്യുന്നത്, എന്നിട്ട് ഇപ്പം എന്റെ മോന്റെ ഫോണിലേക്ക് അവള് വിളിച്ചോണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നയനിക്കും ഒന്നും പറയാനില്ല. കാരണം നയനിക്ക് അവിടെ എന്ത് പറയാനാ ഉള്ളത്? നന്ദു ഫോൺ വിളിക്കുകയാണല്ലോ. അപ്പൊ മുത്തശ്ശൻ അതിലേ വന്നപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശന്റെ കയ്യിൽ കൊടുക്കുകയാണ് ഈ ഫോൺ. എന്നിട്ട് വിളിക്കുന്നതേ നന്ദുവാ അനിയുടെ ഫോണിലേക്ക്. മുത്തശ്ശൻ തന്നെ എടുത്ത് സംസാരിക്കുന്നു, അച്ഛൻ തന്നെ എടുത്ത് സംസാരിച്ചെന്ന് പറഞ്ഞ് ജാനകി അങ്ങ് കൊടുക്കാണ്. അങ്ങനെ ഫോൺ മേടിച്ചു നമ്മുടെ മൂർത്തി മുത്തശ്ശൻ. ഹലോ എന്ന് വെച്ചതും നമ്മുടെ നന്ദുവും തിരിച്ച് ഹലോ എന്ന് വെച്ചു. അപ്പോഴത്തേക്ക് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അതെ ഇത് അനിയല്ല, ഞാന് അനന്തമൂർത്തിയാണ്. അപ്പം അത് പിന്നെ മുത്തശ്ശ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അത് പിന്നെ മുത്തശ്ശ എന്ന് പറഞ്ഞിങ്ങനെ അബ്ബപ്പ അടിക്കുമ്പോഴത്തേക്കും, മോളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് ക്യാമ്പിൽ ഒരുപാട് പ്രശ്നം വന്നു കഴിഞ്ഞപ്പം ഞാനാ നിന്നെ സപ്പോർട്ട് ചെയ്തത്. ആ ക്യാമ്പിൽ നിനക്ക് എതിരെ നിന്ന ആ ഒരു ട്രെയിനറെ മാറ്റിയത് ഞാനാ. അതൊക്കെ പോട്ടെ, നിനക്കിവിടെ പോസ്റ്റ് മേടിച്ചു തന്നത് ഞാനാ. ഇതിന്റെ കണക്കൊന്നുമല്ല ഞാൻ നിന്നോട് പറയുന്നത്. പക്ഷെ ഇതെല്ലാം ചെയ്തത് ഇപ്പൊ എനിക്ക് വിനയായിട്ട് വന്നെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാ, ഇനി അനിയും അനാമികയും തമ്മിൽ വെറുക്കാന് മോള് കാരണമാകരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഇതൊക്കെ ഞാൻ മോളോട് പറയുന്നത്, അല്ലാതെ മോളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടൊന്നുമല്ല. എല്ലാം ഞാൻ അറിഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ നന്ദു ഫോണ് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, അച്ഛന് പറയാനുള്ളതൊക്കെ അച്ഛൻ പറഞ്ഞു. ഇനിയിപ്പം വീണ്ടും അവള് അനിയുടെ പുറകെ ചുറ്റി കറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ വാക്ക് അവള് കേൾക്കില്ല, അത്ര തന്നെ. അങ്ങനെയാ കരുതുന്നത്. അല്ല, അതിനങ്ങനെ നടക്കുന്നില്ലല്ലോ അപ്പച്ചി. നീ പറഞ്ഞാ പോരല്ലോ, നടക്കുക മാത്രമല്ല അതിനപ്പുറം പലതും സംഭവിക്കുന്നുണ്ടല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നയനെ എന്ന് ജാനകി. എല്ലാവരും നയനെ ഇങ്ങനെ കടിച്ചു കീറുകയാണ്. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്നെ നന്നായിട്ട് അവക്കറിയാം നന്ദുവിന്, അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ കേൾക്കും എന്നാ എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ജാനകി പേടിക്കുമെന്നും വേണ്ട. ആ കുട്ടി ആര് പറഞ്ഞാലും അനുസരിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തില. അല്ലാതെ ജലജ നിന്റെ മോനെ പോലെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞതൊക്കെ ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ കുട്ടി ശല്യം ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ ഫോൺ പിടിച്ചു മേടിക്കാന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പ് പരിപാടിയല്ലേ. ഈ ഫോൺ ആരുടെയാ? ഇത് അനിയുടെ ആണെങ്കിൽ അനിക്ക് തന്നെ ഈ ഫോൺ കൊടുക്കണം. പിന്നെ
വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേണ്ടാന്ന് വെക്കുന്ന എന്താ ഇത്രയും ഉറപ്പിരിക്കുന്നത്? മാത്രമല്ല നമ്മൾ ഇത് പിടിച്ചു മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വിളിക്കാനും കാണാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ അവരുണ്ടാക്കുവോ? ഇല്ല. ഉണ്ടാക്കാതിരിക്കുവോ? ഇല്ല. അവന് കാണണമെങ്കിൽ അവൻ കാണും, അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ ചെയ്യും. അത് നമ്മൾ നിർബന്ധിച്ചാരുത്, അത് അവന്റെ മനസ്സിൽ തോന്നണം. അങ്ങനെയാ ചെയ്യിപ്പിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ അങ്ങനെ കുറെ ഉപദേശങ്ങളൊക്കെ ഉപദേശിക്കുകയാണ് ജാനകിനെ. പിന്നെ നമ്മുടെ വസുന്ധരയും വരികയാണ്. അപ്പം വസുന്ധര വന്നിട്ട് ഇദ്ദേഹം പറയുന്നതെല്ലാം കറക്റ്റ് കാര്യങ്ങളാ. നീ ഉണ്ടല്ലോ എപ്പോഴും നന്ദുവിനെയും അനിയെയും മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ജാനകി. നീ നിന്റെ മരുമകളെ കണ്ണു തുറന്ന് കാണണം, ചെവി തുറന്ന് കേൾക്കണം. എന്നിട്ട് അതനുസരിച്ച് വേണം നീങ്ങാനായിട്ട്. അല്ലെങ്കിലും എന്തിനും ഏതിനും നീ നിന്റെ മകനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ വെറുതെ? എല്ലാ കുറ്റവും നിന്റെ മകന് മാത്രം ഉള്ളെന്നുള്ള ചിന്തയെ അത് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മൂർത്തി പറയുന്നുണ്ട്, വസുന്ധര പറഞ്ഞത് ശരിയാണ്. നിന്റെ മരുമകൾക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തിയെടുക്കേണ്ടത് നീയാ, അല്ലാതെ തന്നെ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറയാണ്. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജാനകി ഇങ്ങനെ നിപ്പുണ്ട്. പിന്നെ അവിടെ ജലജയും ദേവയാനിയും നയനിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് നമുക്ക് കാണാം. പിന്നെ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ കഥ നമ്മൾ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോണേ. ടാറ്റാ, ബൈ ബൈ.